നമസ്കാരം, ഞാൻ സിക്സർ ബാബു, സിക്സർ ഫിഷിംഗ് അഴീക്കൽ. നമ്മൾ ഇന്ന് ഒരു പുതിയൊരു അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം നമുക്ക്. എനിക്ക് തോന്നുന്നു കുറച്ച് ഫ്രോഗുകളാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, നോക്കാം. അതെ, കുറച്ച് ഫ്രോഗുകൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ാറ്റോടെ ഒരു ജമ്പിങ് ഫ്രോഗാണ്. ജമ്പിങ് ഫ്രോഗെന്നും സ്പിന്നർ ഫ്രോഗെന്നും പറയാം. സ്പിന്നർ ഓപ്പൺ ഹുക്കോട് കൂടിയ അതിന്റെ എല്ലാ കുറെ നല്ല കളറുകളുണ്ട്. നല്ല വെറൈറ്റി നല്ല കളറുകളുണ്ട്. അങ്ങനെ നമുക്ക് നല്ലൊരു കളക്ഷൻ ഫ്രോഗ് വന്നിട്ടുണ്ട്. കുറേ ഉണ്ട് നമുക്ക്. എല്ലാം റിസൾട്ടുള്ള നല്ല കളർ ഫ്രോഗുകളാണ്. എല്ലാം വലിയ വിലയൊന്നുമില്ല. ഏകദേശം 150 250 റേഞ്ച് ഉണ്ട്. 250 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സാധനം കിട്ടിയ വില കൂടുതലാണ്. ജമ്പിങ് ഫ്രോഗ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രോഗാണിത്. ഓപ്പൺ ഹുക്കാണ്. നല്ല സ്ട്രോങ് ആണ്. നല്ല സൗണ്ട് ആക്ഷനോട് കൂടി തന്നെയാണ് ഇത് പോകുന്നത്. നല്ല പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഐയും അതിന്റെ ലിപ്പും ഒക്കെ നല്ല ഡിസൈൻ ചെയ്തിരിക്കും. നല്ല ഓളം, നല്ല ഈ കോപ്പർ ഫ്രോഗ് പോലെ നല്ല വെള്ളത്തിൽ പോകുമ്പോഴത്തേക്ക് നല്ല ആക്ഷൻ കിട്ടും ഇതിന്. അതാണ് അതിന്റെ ഈ ഡിസൈൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഡിസൈൻ എന്ന് പറയുമ്പോൾ നല്ല ജമ്പ് ചെയ്ത് നല്ലൊരു സ്പെഷ്യൽ ആക്ഷൻ കിട്ടും നമുക്ക്. പിന്നെ ഒരു സൗണ്ടോട് കൂടിയാണ് ഇത് ഓടുന്നത്. അത് ഉപയോഗിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും. അത് നല്ല രീതിയിൽ കുഴപ്പമില്ലാതെ സ്ട്രോങ് ആയിട്ടുള്ള ഹുക്കുമാണ്. ഓപ്പൺ ഹുക്ക്. ഏകദേശം 250 സാധനത്തിന്റെ വില. അതിന് കുറേ കളർ സെലക്ഷൻ ഉണ്ട് നമുക്ക്. ഗ്രീൻ ഡിപ്പെൻഡ് ആയിട്ടുള്ള കളറുകളാണ് നമുക്ക് ഉള്ളത് കൂടുതൽ. പിന്നെ റബ്ബർ ഫ്രോഗ്. ഇതൊരു 150 റേഞ്ചിന് വരുന്ന ഫ്രോഗുകളാണെല്ലാം. നല്ല സോഫ്റ്റ് റബ്ബർ ഫ്രോഗുകളാണ് സൂപ്പർ ഫ്രോഗ് എന്ന് പറയുന്നത്. ഈ ഫ്രോഗ് എപ്പോഴും സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബൈറ്റ് ചെയ്യുമ്പോൾ നല്ല ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം ഹുക്കപ്പ് ആകുന്ന രീതിയിലുള്ള ബോഡിയാണ് ഇതിൻ്റെ. നല്ല സ്ട്രോങ് ആണ്. നല്ല സോഫ്റ്റ് റബ്ബറാണ്. നല്ല മീഡിയമായി നമുക്ക് ഒരു മാന്യമായ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഫ്രോഗാണ്. നമുക്കതിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട്. നമ്മുടെ ഷോപ്പിനകത്തുമുണ്ട്. ഇപ്പോൾ പുതിയ വന്നതാണ് കുറച്ച്. അതപ്പോൾ നമ്മുടെ ഷോപ്പിൽ ആവശ്യമുള്ളവർ വരികയോ അല്ലെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ഓർഡർ എടുക്കുകയോ ചെയ്യുന്നവർക്ക് ഇത് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്നെ വിളിക്കേണ്ട നമ്പർ 9496262571. പിന്നെ മറ്റൊരു നമ്പർ 9895223571. അതെൻ്റെ ഗൂഗിൾ പേ നമ്പറാണ് ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ വിളിച്ച് നമുക്ക് ഓർഡർ എടുക്കാം. ആവശ്യത്തിന് നല്ല കളക്ഷൻ ഉണ്ട്. കൂടുതലും നല്ല പോപ്പുലർ ആയിട്ടുള്ള കളറുകളാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. പറയുമ്പോഴത്തേക്ക് നമുക്ക് അല്ലാതെ സൂപ്പർ ഫ്രോഗ്, പിന്നെ ഫ്രോഗ് ബൈറ്റ് എന്ന് പറയുന്ന ഫ്രോഗുകളും ഉണ്ട് നമുക്ക് ആവശ്യത്തിന്. ഫ്രോഗ് ബൈറ്റിന്റെ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. സൂപ്പർ ഫ്രോഗിനെക്കാട്ടും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രോഗാണ്. അതും നല്ല ഫ്രോഗ് തന്നെ. നല്ല ചെറിയ ഒതുങ്ങി. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു 13 ഗ്രാം വെയിറ്റോട് കൂടിയ നല്ല കുറച്ചും കൂടെ ഹെവിയാണ് ഫ്രോഗ്. സൈസ് എങ്ങനെ ഒതുങ്ങി വെയിറ്റ് കുറച്ചും കൂടെ ഫീൽ ആകുന്നുണ്ട്. ഇതിന് കുറച്ചും കൂടെ നല്ല ലോങ് കാസ്റ്റ് ഡിസൈനായി ചെയ്തിരിക്കുന്നത്. വായുവിൽ നല്ല മാക്സിമം ലെങ്തിൽ എറിയാൻ പറ്റും ഇത്തരം ഫ്രോഗുകൾക്ക്. അതാണ് ഈ ഫ്രോഗിന്റെ ഒരു പ്രത്യേകത. അതിന് നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട്. പിന്നെ ഹവാസിന്റെ ഫ്രോഗ് ഉണ്ട്. നമുക്ക് കുറെ ദുക്കാന ഫ്രോഗുകളും നമുക്ക് വരുന്നുണ്ട്. ഇപ്പൊ എന്റെ സ്റ്റോക്ക് ഔട്ടാണ് എല്ലാ ഫ്രോഗുകളും. ഇപ്പൊ ഹവാസിന്റെ പോപ്പർ ഫ്രോഗ് ഉണ്ട്. അതൊന്ന് കാണിച്ചു തരാം. ഒരു 180 റേഞ്ചിൽ വിൽക്കുന്ന ഫ്രോഗുകളാണില്ല. ഈ ഫ്രോഗുകളെല്ലാം 180 റേഞ്ചിൽ വിൽക്കുന്ന ഫ്രോഗുകളാണ് നമ്മുടെ ഹവാസ് പോപ്പർ ഫ്രോഗാണ്. ഇത്തരം ഫ്രോഗിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിലൂടെ ഇത് നമ്മളെ റിഡ്രൈവ് ചെയ്യുമ്പോൾ ആക്ഷൻ എന്ന് പറയുന്നത് വെള്ളം ചീറ്റി ബബിൾ തെറിപ്പിച്ച് ഇങ്ങനെ ഒറിജിനൽ ആക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് കുറെ ഫ്ലിപ്പ് ഫ്രോഗുകളുണ്ട് നല്ലോണം. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഫ്ലിപ്പ് ഫ്രോഗ് എന്ന് വെച്ചാൽ നമുക്ക് ഹെവി വേറെ ആക്ഷൻ ഒന്നും കൊടുക്കണ്ട.
ഇത് ബ്ലാക്ക് ക്ലിപ്പർ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ്. ബ്ലാക്ക് ക്ലിപ്പറിന്റെ ഇറങ്ങിയിരിക്കുന്ന നല്ല ഓപ്പൺ ഹുക്കോട് കൂടിയ ബ്ലാക്ക് ക്ലിപ്പർ ഫ്രോഗാണ്. ഇത് നമുക്കുണ്ട് ഒരു 180 റേഞ്ചിൽ വിൽക്കാൻ പറ്റുന്ന ഫ്രോഗുകളാണ്. നല്ല ഹെവി ഹുക്കാണ്, അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ആക്ഷൻ നമ്മൾ കൊടുക്കണ്ട, ഇതിന്റെ ഈ ഫ്ലിപ്പ് നല്ലോണം ആക്ഷൻ കൊടുത്താണ് വരുന്നത്. പിന്നെ അതിന് നല്ലൊരു കളക്ഷൻ നമുക്ക് ആവശ്യം നോക്കുക. ഈ കാണുന്ന എല്ലാം നല്ല നല്ല ഫ്രോഗുകളാണ്. പിന്നെ വരാതി ചെറുമീൻ അടിക്കുന്നതിന് ചെറിയ മൈക്രോ ഫ്രോഗുകളൊക്കെ ഉണ്ട്. ഇതിലും ചെറിയ ഫ്രോഗുണ്ട്. പിന്നെ സോഫ്റ്റ് ഫ്രോഗ്, ഇതൊരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ്. നമ്മൾ സുഹൃത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ഹാൻഡ് മെയ്ഡ് ഫ്രോഗാണ്. അതൊക്കെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് നമുക്ക്. ഈ കാണുന്നത് ഹാൻഡ് മെയ്ഡ് ഫ്രോഗ്, അതൊരു 250 വില വരും. ഈ ഫ്രോഗിന് ഒരു 10 ഗ്രാം വെയിറ്റും കാണിക്കുന്നുണ്ട്. 10 ഇല്ല, 7.5 ഉണ്ട്. 10ന്റെ ഉണ്ടായിരുന്നു, ഇത് അത് തീർന്നു. ഇത് 7.5 ഗ്രാം വെയിറ്റ് ഉണ്ട്. നല്ല സ്റ്റൈലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഹാൻഡ് മെയ്ഡ് റബ്ബർ ഫ്രോഗ്. പിന്നെ ഫ്രോഗുകളുടെ പുതിയ കളക്ഷൻ നമുക്ക് വരുന്നുണ്ട് ഇഷ്ടം പോലെ. നമുക്ക് മസ്റ്റാർഡിലുണ്ടാക്കിയ ഇതിന്റെയാ പിന്നെ ലുക്കാന ഫ്രോഗുകൾ, ലുക്കാനയുടെ എല്ലാ കളക്ഷനും നമുക്ക് വരുന്നുണ്ട്. ഇതിൽ ഉണ്ടായിരുന്നേ ഇപ്പൊ ലുക്കാന കുറച്ച് മാറി നിൽക്കുക, കുറച്ച് വേറുള്ള ഫ്രോഗുകൾ വന്നതുകൊണ്ട് അത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഹവാസ് ഉണ്ട്, പിന്നെ സൂപ്പർ ഫ്രോഗ് ഉണ്ട്, പിന്നെ ഫ്രോഗ് ബൈറ്റ് എന്ന് പറയുന്ന ബ്രാൻഡുണ്ട്. പിന്നെ തായ്ലാൻഡ് ഫ്രോഗ് ടോപ്പ് വാട്ടർ ലുക്കാന ബ്രാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക് ക്ലിപ്പറിലും ഉണ്ട്, ലുക്കാന ബ്രാൻഡിലും ഉണ്ട്. പിന്നെ ഒരു മീഡിയം റേഞ്ച് ഓപ്പൺ കൂടിയ തായ് ഫ്രോഗ് ഹവാസിന്റെ, ഇതൊക്കെ ഏകദേശം 250 റേഞ്ചിലുള്ള ഫ്രോഗുകളാണ്. ഇപ്പൊ ഞാൻ ഫ്രോഗിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. ഫ്രോഗിന്റെ നല്ലൊരു കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യക്കാർ വിളിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനല് പുതിയതായിട്ട് കാണുന്നവര് മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഈ വീഡിയോസ് അല്ല, നമ്മുടെ വീഡിയോസ് എന്റെ ഷോപ്പ് വീഡിയോസ് മാത്രമല്ല, എന്റെ പല വീഡിയോസ്, എന്റെ ഫിഷിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരാൻ പറ്റും. ഫിഷിംഗ് നോട്ട്സുകൾ ചെയ്യാൻ പറ്റും. ഫിഷിംഗ് ഹുക്ക് എങ്ങനെ ട്രിഗ് ചെയ്യാം, അതുപോലെ തന്നെ ഫിഷിംഗ് എങ്ങനെ ചെയ്യാം, റോഡ് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. റീൽ സെലക്ട് ചെയ്യുന്നത് എങ്ങനെ, റീലിന്റെ ഏതെല്ലാം അഡ്വാൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. റോഡിന്റെ അഡ്വാൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാൻ പറ്റും. അങ്ങനെ ഫിഷിങ്ങിന് എനിക്കറിയാവുന്ന എല്ലാ എക്സ്പീരിയൻസും, ഏകദേശം 10-25 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ വെളിയിൽ ജോലി ചെയ്ത് പല ആംഗ്ലർമാർ, വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരുപാട് ആംഗ്ലർമാരുടെ എക്സ്പീരിയൻസ് ഞാൻ കണ്ടുപഠിച്ച്, വളരെ ചെറുപ്പത്തിൽ 20-21 വയസ്സുള്ളപ്പോൾ ഞാൻ വെളിയിൽ പോയി ഈ കാര്യങ്ങൾ കണ്ടുപഠിച്ച് അതിനോട് ഒരു പാഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാണാനും അവരോടുള്ള എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങൾക്കും, നമ്മളറിഞ്ഞിട്ട് മാത്രമല്ല നമ്മുടെ പുതിയ തലമുറയ്ക്കും നമുക്ക് അറിയാത്തവർക്കും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ ആഗ്രഹം. അത് പുതിയ വീഡിയോസിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാണാൻ പറ്റും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും അഡ്വഞ്ചർ ആയിട്ടുള്ള കുറെ ഫിഷിങ്ങുകളും, സ്കൂബ ഡൈവിംഗ്, സ്പെയർ ഹണ്ടിങ്, അങ്ങനെയുള്ള എല്ലാ ഫിഷിങ്ങും നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് അത് നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇന്നിട്ടിരിക്കുന്ന കുറെ ഫ്രോഗിന്റെയാണ്, അത് നിങ്ങൾക്ക് കാണാം. അപ്പൊ എന്തെങ്കിലും സംശയമുള്ളവർ കമന്റ് ചെയ്യുക. നമുക്ക് കമന്റിലൂടെ നമുക്ക് മറുപടി തരാൻ മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ എന്നെ വിളിച്ചും സംശയങ്ങൾ ചോദിക്കാം. താങ്ക് യു.